പാർട്ടി സംസ്ഥാന കമ്മിറ്റി സഖാവ് കെ രാധാകൃഷ്ണൻ പിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് എം.എ. ബേബി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. PB അംഗങ്ങളായ സഖാക്കൾ പിണറായി വിജയൻ, എ. വിജയരാഘവൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച റിവ്യൂ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF-ന് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ച വോട്ട് 78,527 ആയിരുന്നു. അതിപ്പോൾ 77,737 ചുരുങ്ങുകയാണ് ചെയ്തത്. 790 വോട്ട് അവർക്ക് കുറയുകയാണ് ചെയ്തത്. ഇങ്ങനെ കുറഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം പൂർണ്ണമാവില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് ലീഗ് വർഗീയമായ പ്രചരണം നടത്തുകയും UDF അതിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇതിൻ്റെ ഭാഗവാക്കായി നിൽക്കുകയും ചെയ്തിട്ടും UDF-ന് വോട്ട് കുറഞ്ഞു എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ തന്നെ വളരെ ഗൗരവമുള്ള ഒന്നാണ്. ഇതിൻ്റെ പുറമെ SDPIക്ക് കഴിഞ്ഞ പ്രാവശ്യം 4,751 വോട്ട് ലഭിച്ചിരുന്നു. ഇപ്രാവശ്യം അത് 2,072 ചുരുങ്ങുകയാണ് ചെയ്തത്. SDPIയുടെ വോട്ടും UDF-ൻ്റെ പെട്ടിയിലാണ് വന്ന് ചേർന്നത് എന്ന് എല്ലാവർക്കും അറിയാം. BJP സ്ഥാനാർത്ഥി തന്നെ വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ BJP വോട്ട് UDF-ന് നൽകിയിട്ടുണ്ട് എന്ന് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറയുന്ന നില ഉണ്ടായിട്ടുണ്ട്. ആ വോട്ടുകളും UDF-ന് അനുകൂലമായിട്ട് ലഭിച്ച പട്ടികയിൽ വരും. BJPക്ക് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ 12,824 വോട്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 8,648 വോട്ടായിട്ടാണ് അത് ചുരുങ്ങിയത്. ഇത്തരം എല്ലാ വോട്ടുകളും ചേർന്നിട്ടും UDF-ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകൾ ലഭിച്ചില്ല എന്നത് ജനപിന്തുണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ, തോറ്റ സന്ദർഭത്തിലുള്ളതിനേക്കാൾ കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ലക്ഷണമാണ് ഇത്. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയിട്ടും UDF-ൻ്റെ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നത് അവർ കൊട്ടിഘോഷിച്ച്, നിങ്ങൾ ഉൾപ്പെടെ പലരും, ഭരണവിരുദ്ധ വികാരം അതാണ് പ്രതിഫലിച്ചത് എന്നൊക്കെ മാധ്യമങ്ങളും UDF-ഉം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം യഥാർത്ഥത്തിന് നിരക്കുന്നതല്ല എന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി ഒരു വോട്ട് പോലും UDF-ന് അനുകൂലമായി
ലഭിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാ വർഗീയ ശക്തികളും കൂടി ചേർന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് പോലും നിലനിർത്താൻ അവർക്കായിട്ടില്ല എന്നുള്ള നല്ല പിന്നോക്കം പോക്ക് UDFിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം LDFുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ പോറലേൽക്കാതെ ശക്തിപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പോറലേൽക്കാതെ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, പോറലേൽക്കാതെ ശക്തിപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സ്വതന്ത്രനെ പിന്തുണക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ലഭിച്ചത് അത് പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറയുടെ വോട്ടായിട്ട് കണക്കാക്കാൻ പറ്റുന്നതല്ല. രാഷ്ട്രീയമായ കണക്ക് പരിശോധിച്ചാൽ സ്വതന്ത്രൻ മത്സരിക്കുന്നതിന് മുമ്പ് 2011 അന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയാണ് മത്സരിച്ചത്. കുറച്ച് വോട്ട് സ്വതന്ത്രൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും വന്ന് കിട്ടിയത് 60,773 വോട്ടാണ്. ഇതിൻ്റെ ഇടയിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളെ പരിശോധിച്ചാൽ 2009 അങ്ങേ തുടങ്ങുകയാണ്. നമുക്ക് 37,408 വോട്ടാണ് ഉണ്ടായിരുന്നത്. 37,408. 2014 MA ഷാനവാസ് മത്സരിച്ചപ്പോൾ 52,157. 2019 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ 42,020. രണ്ടാമത്തെ പ്രാവശ്യം മത്സരിച്ചപ്പോൾ 2024 ഏതാണ്ട് അതേ വോട്ട് തന്നെയാണ് കിട്ടിയത്, 42,000-ലധികം. 2024 ഉപതെരഞ്ഞെടുപ്പ് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചപ്പോൾ അത് പിന്നൊരു ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളതുകൊണ്ട് കൂടി 29,911 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇതെല്ലാം ചേർന്ന് കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനാവുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിലെ രാഷ്ട്രീയമായ വോട്ട് ഏതാണ്ട് 40,000-അടുത്താണ്. അതിപ്രാവശ്യം 66,060 വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ അടിത്തറ ശക്തിപ്പെടുത്തി നിർത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.